അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ തന്തൂരി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ, കുക്കർ ചിക്കൻ ഫ്രൈ എന്തും വിളിക്കാം. നല്ലൊരു അടിപൊളി ഐറ്റമാണ്. നോക്കിയേ, സംഭവം കിടവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് മുനീർ. വെൽക്കം ടു മുനീസ് ഫുഡ് വേൾഡ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കണ്ടേ? വാ. ഇവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ ലെഗ് പീസുകളാണ്. നമുക്ക് അത് മുറിച്ചു കൊടുക്കാം. ദാ ഇതുപോലെ. ചിക്കൻ മുറിച്ചതിന് ശേഷം നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള സാൾട്ട്, പകുതി ലെമൺ അതിൻ്റെ ജ്യൂസ്, ഇതെല്ലാം കൂടി നന്നായി ചിക്കനിലോട്ട് പിടിപ്പിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ മസാല റെഡിയാക്കാം. ഒരു ബൗളെടുത്ത് അതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒറഗാനോ, പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, തൈര് 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു പകുതി ലെമൺ ജ്യൂസ്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. നല്ല അടിപൊളി മസാലയാക്കി വെക്കുക. അത് ഇതാ ഇതുപോലെ. ആദ്യം മാരിനേറ്റ് ചെയ്ത ചിക്കനിലോട്ട് ഈ മസാല പിടിപ്പിക്കാം. മസാല നന്നായി പിടിച്ചതിന് ശേഷം ഒരു കുക്കർ എടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി അത് കുക്ക് ചെയ്യാം. രണ്ട് വിസിൽ അടിക്കുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ കുക്കറിലുള്ള ചിക്കൻ ഇവിടെ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി ആ ചിക്കൻ പുറത്തെടുത്ത് നമുക്കൊരു ഫ്രൈ പാനിലോട്ട് മാറ്റാം. ഫ്രൈ പാനിൽ ഒരു 5 മിനിറ്റ് തിരിച്ചും 5 മിനിറ്റ് മറിച്ചും ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ അതിലോട്ട് വരും. നമ്മുടെ ചിക്കൻ ഐറ്റം ഇവിടെ റെഡി ആയിരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് ഇനി ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് തീയുടെ മുകളിലോട്ട് ഈ ചിക്കൻ വെച്ച് അതിനെ കുറച്ച് കരിച്ചെടുക്കാം. അത് വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. ഇത് സംഭവം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഓക്കെ.
നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.